ശസ്ത്രക്രിയ ചെയ്യാൻ ഉപകരണങ്ങളില്ല. ഞാൻ നിസ്സഹായനാണ്. ഞാൻ രാജിവെക്കുകയാണ്. എനിക്ക് മടുത്തു. പാവപ്പെട്ട രോഗികളുടെ മുന്നിൽ ഞാൻ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ ഡോക്ടറല്ലല്ലോ. ഒരു ഡോക്ടറുടെ വാക്കുകളാണ്. മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറുടെ വാക്കുകളാണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇത്തരത്തിൽ നമ്മളുടെ ചാനലിൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട എൻ്റെ അനുഭവം തന്നെ ഞാൻ എടുത്ത് പറഞ്ഞു. ഒരുപക്ഷെ അന്ന് അതിന് വലിയ വ്യൂവേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. ആരും അത്രത്തോളം ശ്രദ്ധിക്കത്തില്ല. ഇതൊക്കെ പറയുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ അറിയണം. നാളെ നിങ്ങൾക്കോ എനിക്കോ ഒരു അത്യാസന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ ഓടിപ്പോകുന്നത് ഗവൺമെൻറ് സർക്കാർ ഹോസ്പിറ്റൽ, സാധാരണക്കാരായ വ്യക്തികൾ ഓടിപ്പോകുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്. കാരണം കിംസ് പോലുള്ള വലിയ അനന്തപുരി ഇങ്ങനെയുള്ള വലിയ ഹോസ്പിറ്റലിലൊന്നും പോകാൻ സാധാരണക്കാരന് കഴിയില്ല. ഏതൊരു സാധാരണ വ്യക്തിയും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയും ആശ്രയിക്കുന്നത് സർക്കാർ ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഈ കേൾക്കുന്ന ഓരോ മിഡിൽ ക്ലാസ് ഫാമിലിയും ഓരോ സാധാരണക്കാരനും ഇത് ശ്രദ്ധയോടെ തന്നെ കേൾക്കണം. ഞാൻ ഇതിന് മുൻപും വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ അന്നും ഇത്തരത്തിൽ ഇതൊന്നും കേൾക്കാൻ ആളില്ല. പക്ഷെ ഇത് നിങ്ങൾ കേൾക്കണം. കാരണം നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഈ വാർത്തയുടെ തീവ്രത എന്തെന്ന് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഞാനും നിങ്ങളെപ്പോലെ ഇങ്ങനെയായിരുന്നു. ഇത്തരത്തിൽ മെഡിക്കൽ കോളേജ് ഇത് സ്ഥിരമാണല്ലോ, സാധാരണമാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തള്ളിയിരുന്നു. പക്ഷേ എൻ്റെ അനുഭവത്തിലൂടെയാണ് എനിക്ക് ആ തീവ്രത എന്തെന്നുള്ളത് മനസ്സിലായി. ഇത്രയും നരകമാണോ മെഡിക്കൽ കോളേജ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇതിപ്പോൾ വീണ്ടും ഒരു ഡോക്ടറുടെ വാർത്തയാണ്. പക്ഷേ ഡോക്ടർ പോസ്റ്റൊക്കെ പിൻവലിച്ചു. കാരണം പിൻവലിപ്പിക്കുമല്ലോ ആൾക്കാർ. ഇതിങ്ങനെയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലാതെ ഗുരുതര പ്രതിസന്ധി നേരിടുന്നുവെന്ന് ഡോക്ടറുടെ വെളിപ്പെടുത്തൽ. പാവപ്പെട്ട രോഗികൾക്ക് മുന്നിൽ നിസ്സഹായനായി നിൽക്കുന്ന താൻ ജോലി രാജിവെക്കുകയാണെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഈ ഒരു പോസ്റ്റ് ഇത്തരത്തിലുള്ള വാർത്ത പുറത്തേക്ക് വിട്ടത് യൂറോളജി വിഭാഗം മേധാവി ഹാരിസ് ചിറക്കൽ എന്ന ഡോക്ടറാണ് തൻ്റെ ഫേസ്ബുക്കിലൂടെ ഇത്തരത്തിൽ പുറത്തുവിട്ടത്. എന്നാൽ ഈ ആരോപണം ആരോഗ്യവകുപ്പ് തള്ളുകയാണോ? വീണ ജോർജ് ആണെങ്കിലും നിൽക്കാൻ തള്ളാൻ നല്ല ശേഷിയാണല്ലോ, തള്ളുക തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പിന്നാലെ തനിക്ക് ചുറ്റും പരിമിതികളാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹാരിസ് ചിറക്കൽ പോസ്റ്റുകൾ പിൻവലിച്ചിരിക്കുകയാണ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്. ഞാൻ എന്തായാലും ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. സർക്കാർ മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പ് മേധാവിയുടെ ഏറ്റവും വലിയ നിസ്സഹായ അവസ്ഥയാണ് ചികിത്സയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ്. ഇന്ന് നിരവധി ഓപ്പറേഷനുകളാണ് മാറ്റിവെക്കേണ്ടി വന്നത്. സ്വകാര്യ ആശുപത്രികളിലൊന്നും പോകാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത നൂറുകണക്കിന് ജനങ്ങളാണ് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ അഭയം തേടുന്നത്. തീവ്രമായ വേദനയോടെ ഗുരുതരമായ വൃക്കരോഗങ്ങളാൽ ഒക്കെ അവശരായ നിരവധി സാധാരണ ജനങ്ങൾ ചികിത്സയ്ക്കായി ഒരു വശത്ത്, എതിർവശത്ത് ഉപകരണങ്ങളുടെ ക്ഷാമം. അത് പരിഹരിക്കാൻ താല്പര്യമില്ലാത്ത ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, നിയമങ്ങളുടെ നൂലാമാലകൾ. നിസ്സഹായാവസ്ഥയിലാകുന്നത് ഡോക്ടർമാരും വകുപ്പ് മേധാവിയുമാണ്. ഇത്തരത്തിൽ പോകുന്ന അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കുറേയേറെ അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ കുറേ വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എടാ ഒരു മിനിറ്റ്, എടാ അബേ ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ ആ ഒരു ഭാഗം വെച്ച് കട്ട് ചെയ്യണേ. ഇത് പോയടാ എൻ്റെ കയ്യിൽ നിന്ന്. അപ്പം വിശദീകരിച്ചു മടുത്തു. ഞാൻ ഇത് വായിച്ചതിൻ്റെ ഇടയ്ക്കൂടെ. ഓക്കെ. മാസങ്ങൾക്ക് മുമ്പ് നൽകിയ അപേക്ഷയിൽ നടപടിയാവുകയോ ഉപകരണം വാങ്ങിത്തരികയോ ചെയ്യാത്തതിനാൽ ഇന്ന് ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്തതിൽ ഒരാൾ ഒരു കോളേജ് വിദ്യാർത്ഥിയാണ്. എൻ്റെ മകൻ്റെ അതേ പ്രായം. ഇന്ന് ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്തു എന്ന് അവനോട് പറയുമ്പോൾ ലജ്ജയും നിരാശയുമാണ് എനിക്ക് തോന്നിയത്. ഇതുപോലെ എത്രയോ പേർ ഉപജീവനം നഷ്ടപ്പെടുത്തി ചികിത്സയ്ക്കായി ആഴ്ചകളോളം കിടക്കുന്നവർ, കൂടെ ഇരിക്കാൻ ബന്ധുക്കളില്ലാതെ കൂലി കൊടുത്ത് ആരെങ്കിലും ഒപ്പം നിർത്തുന്നവർ, ആരോടെങ്കിലും പണം കടം വാങ്ങിയും സ്വന്തം ഓട്ടോറിക്ഷയോ മറ്റോ ഈട് നിർത്തി ലോൺ എടുത്തും ചികിത്സയ്ക്കും വരുന്നവർ, ബന്ധുക്കൾ അനാഥാലയങ്ങൾ തള്ളിയവർ, ലോട്ടറി കച്ചവടം ചെയ്തും വഴിയിൽ ഭിക്ഷയെടുത്തും ഒക്കെ വരുന്ന ധാരാളം പേർ. സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുടെ പരിച്ഛേദമാണ് ദിവസവും ഞാൻ മെഡിക്കൽ കോളേജിൽ കാണുന്നത്. അവർക്ക് കൃത്യസമയത്ത് മികച്ച ചികിത്സ നൽകാൻ ഞാനും എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന ഡോക്ടർമാരും രാപ്പകൽ തയ്യാറാണ്. പക്ഷേ അനങ്ങാപ്പാറ പോലെ ബ്യൂറോക്രസിയുടെ മതിൽ മുന്നിൽ നിൽക്കുന്നു. പല രോഗികളും പണം പിരിച്ചെടുത്തു ഉപകരണങ്ങൾ വാങ്ങിത്തരുന്നത് കൊണ്ടാണ് കുറേയെങ്കിലും ഓപ്പറേഷനും ചികിത്സയും നടന്നു പോകുന്നത്. മാസങ്ങളോളം രോഗികൾ ഓപ്പറേഷന് കാത്തിരിക്കുമ്പോൾ ദയവായി നിങ്ങൾ ഡോക്ടർമാരെ കുറ്റം പറയരുത്. നിങ്ങളുടെ വേദനയും അലച്ചിലും ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ടല്ല.
അഹങ്കാരം കൊണ്ടോ കൈക്കൂലി തരാത്തത് കൊണ്ടോ അല്ല, പരിമിതികൾ കൊണ്ടാണ്. പരിമിതികൾ മൂലമാണ്. പലരോടും അപേക്ഷിച്ച് നടന്നിട്ടും യാതൊരു പരിഹാരവും ഇല്ലാത്തത് കൊണ്ടാണ് പൊതുജനങ്ങളുടെ മുന്നിൽ ഒരു വകുപ്പ് മേധാവി എന്ന നിലയിൽ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ജോലി രാജിവെച്ച് പോയാലോ എന്ന ചിന്ത വരെ ശക്തമായി മനസ്സിൽ അലട്ടുന്നുണ്ട്. കൈക്കൂലി വാങ്ങാതെ ആരുടെയും ഔദാര്യത്തിന് വേണ്ടി നടുവളയ്ക്കാത്ത ഒരു സർക്കാർ ഡോക്ടറുടെ ജീവിതമാണ് ഇപ്പോൾ ഇത് തുറന്നു കാണിക്കുന്ന നല്ലൊരു ഡോക്ടർ. എനിക്ക് അദ്ദേഹത്തിന് ഒരു എന്താ പറയുന്ന നന്ദി അല്ലെങ്കിൽ നമസ്കാരം പറയാനുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഔദ്യോഗിക ജീവിതത്തിൽ നിൽക്കുന്ന ഡോക്ടർമാരും ഉണ്ടല്ലോ. പണ്ടൊക്കെ പറയുമായിരുന്നു മെഡിക്കൽ കോളേജ് സർക്കാർ ഡോക്ടർമാരൊക്കെ കൈക്കൂലി വാങ്ങിച്ചവരെന്തെങ്കിലും ചെയ്യും. അങ്ങനെയല്ല. ഞാനും മെഡിക്കൽ കോളേജിൻ്റെ ദുരവസ്ഥ മനസ്സിലാക്കി എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പും ഞാൻ ഷെയർ ചെയ്തിരുന്നു. നരകം എന്ന് കണ്ടാൽ നമ്മുടെ പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ടൊന്ന് പോയാൽ മതി. തിരുവനന്തപുരം മാത്രമല്ല, കേരളത്തിലെ മിക്ക മെഡിക്കൽ കോളേജിലെ അവസ്ഥ ഇത് തന്നെയാണ്. ആരോഗ്യ മേഖലയിൽ എന്തോ വലിയ വികസനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ ജോർജ് എടുത്ത് കിരീടം പോലെ കൊണ്ടു നടക്കുന്ന മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ നിങ്ങൾ ഈ പറഞ്ഞോണം ഉത്തർപ്രദേശിന് UP ഒക്കെ നിങ്ങൾ എപ്പോഴും കുറ്റം പറയില്ല. ഒന്ന് പോയി നോക്കൂ, നോക്കിയിട്ട് കുറ്റം പറയാം. അവിടെ എവിടെങ്ങളിലുള്ള എന്തെങ്കിലും വീഡിയോ ക്ലിപ്പ് കണ്ടു പഴയതെടുത്ത് വെച്ചും തൂത്തുവാരി നിങ്ങൾ അലക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ അവിടുത്തെ ഹോസ്പിറ്റൽ ഇവിടെയും കൂടെ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് കമൻറ്റുകൾ ഇതിൻ്റെ താഴെ ഇടുക. കാരണം എത്രയോ ഭേദമാണ് ഗാസയിലെ ഹോസ്പിറ്റൽ. ഞാൻ ഇതിന് മുമ്പുള്ള ചർച്ചയിലും പറഞ്ഞു. കാരണം നരകം എന്ന് പറഞ്ഞ പോലെ നരകം, 1 ഇഞ്ച് സ്ഥലം നടക്കാനോ കിടക്കാനോ, രോഗികളെ കൊണ്ടുവന്ന് കിടത്താൻ, തറയിൽ കിടത്താൻ സ്ഥലമില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കും. ബെഡ് വേണ്ട, തറയിൽ ഒന്ന് വിശാലമായിട്ട് കിടത്താൻ സ്ഥലമില്ല എന്ന് പറയുമ്പോൾ അത് ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കാഷ്വാലിറ്റിയിലൊക്കെ വരുന്ന രോഗികളെ തറയിൽ കിടത്താൻ സ്ഥലമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഡോക്ടേഴ്സ് ഇല്ല, കൃത്യമായിട്ടുള്ള സ്റ്റാഫുകളില്ല. ഈ ഡോക്ടർമാരെ സ്റ്റാഫുകളെ മറ്റാരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവരൊക്കെ വലിയ വിദഗ്ധരായിട്ടുള്ള കൈപുണ്യമുള്ള ഡോക്ടേഴ്സാണ്, സ്റ്റാഫുകളാണ്, നേഴ്സിംഗ് സ്റ്റാഫുകളാണ്. അവർ ഈ 1000 പേരെയൊക്കെ 1-2 ഡോക്ടർമാരെ എങ്ങനെ നോക്കാനാണ് ഒരു ദിവസം? അവർക്കിടെ കൺട്രോളിലല്ല. അപ്പം അവിടെ ചെല്ലുന്നത് മാത്രമേ അവർക്കറിയാം. നടുപൊടിഞ്ഞാണ് ഓരോ ജീവനക്കാരും അവിടെ പണിയെടുക്കുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ കഷ്ടം തോന്നും. അവരുടെ കാര്യം കൂടെ ആലോചിക്കും. കാരണം വെള്ളം പോലും കുടിക്കാതെ, ചിലപ്പോൾ ആഹാരം പോലും കഴിക്കാതെ, കാരണം ഓരോ രോഗികളും ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. ആക്സിഡൻറ്റ് പറ്റുന്ന കേസുകൾ, ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ എത്തുന്നവർ, ഇവരൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇവർക്കല്ലേ. അപ്പം ഇങ്ങനെ ഇത്തരത്തിലുള്ള രോഗികൾ ഇങ്ങനെ ഈ പറഞ്ഞ പേമാരി എങ്ങനെയാണോ വരുന്നത്, ചില സന്ദർഭങ്ങളിൽ അതുപോലെ ഒഴുകിയാണ് മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. അപ്പോൾ ഇവരെയൊക്കെ കൈകാര്യം ചെയ്യുന്നുള്ളത് അവരുടെ കൈകളിൽ നിൽക്കുന്നില്ല. ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് കൃത്യമായ സ്റ്റാഫ് സെലക്ഷൻ നടത്തുന്ന ഡോക്ടർമാരില്ല, ഈ ഉപകരണങ്ങളില്ല, മെഡിസിൻ ഇല്ല. ഇതൊന്നുമില്ലാണ്ട് മെഡിക്കൽ കോളേജ് എന്നുള്ളൊരു പേര് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ തലസ്ഥാനത്ത് ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. നിരവധി തവണ ഇത് മുന്നേ പലരും അറിയിച്ചിട്ടും ഇതിനെ മന്ത്രി ഇങ്ങനെ മിന്നൽ വിസിറ്റൊക്കെ നടത്തുക, താഴെ വന്ന് നിന്ന് മിന്നൽ വിസിറ്റ് നോക്കിയിട്ട് കാര്യമില്ല. ജനറൽ വാർഡ്, പ്രത്യേകിച്ച് കാഷ്വാലിറ്റിയിൽ നിന്ന് നിങ്ങൾ കൊണ്ടുപോകുന്ന ജനറൽ വാർഡിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളെ കൈ കിട്ടി അവിടുത്തെ രോഗികൾ തന്നെ ഇടിച്ച് പപ്പടമാക്കും. അത്തരത്തിലാണ് അവിടുത്തെ വികാരം ഇങ്ങനെ നിൽക്കുന്നത്. അവിടെ അവർ പറയുന്ന, അവിടെ പല രോഗികളും തെറി വിളിക്കുന്നത് എൻ്റെ പൊന്നു മുഖ്യമന്ത്രി നിങ്ങളെയാണ്, വീണ ജോർജയെ നിങ്ങളെയാണ്. ഞാൻ അവിടെ ഇന്ന് കേട്ടതാണ്. എടുത്തിട്ടല്ല എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഈ വീഡിയോയിലായതുകൊണ്ട് ഞാൻ പറയുന്നത് അത്രയ്ക്ക് ദുഷ്ടഭാഷയിലാണ് നിങ്ങൾ. കാരണം അവർ പറയുമല്ലേ, അവരുടെ നികുതി പണമല്ലേ നിങ്ങളിട്ട് ചിലവഴിക്കുന്നത്. അത് കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് വിനിയോഗിച്ചുകൂടെ? നിങ്ങൾ ഈ സെക്രട്ടേറിയറ്റിലെ കുറേ ജീവനക്കാരെ ഇങ്ങനെ പുകഴ്ത്തി ഊട്ടി നിർത്താതെ അതിൻ്റെ പകുതിയുടെ പകുതി കാശെടുത്ത് 10 ഡോക്ടർമാരെ, നേഴ്സുകളെ നിങ്ങൾ വിനിയോഗിക്കുക. നിങ്ങൾ ബിൽഡിങ്ങുകൾ കെട്ട്, വാർഡുകൾ ഇത്രയും കൺജസ്റ്റഡായിട്ട് ഈ രോഗികളെ കൊണ്ടുവന്ന് ഇരുത്താതെ കൂടുതൽ വാർഡുകളുണ്ടല്ലോ, സ്ഥലമുണ്ടല്ലോ, അതിലേക്ക് മാറ്റണം കാഷ്വാലിറ്റി വിഭാഗത്തിനെ. അപ്പോൾ ഒരു വാർഡിൽ ഇത്ര ഡോക്ടർ, ഇത്ര സ്റ്റാഫുകൾ എന്നുള്ള രീതി നിങ്ങൾ എടുക്കണം. ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഒരു നിസ്സാരമായിട്ടുള്ള കാര്യം. അതിന് മന്ത്രി പദവിയൊന്നും വേണ്ട, നിസ്സാരമായിട്ടുള്ള കാര്യം. തികഞ്ഞ ഒരു സാധാരണക്കാരൻ്റെ ലോജിക്ക് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മതി. നിങ്ങൾക്കിതൊന്നും നടത്താൻ സമയമില്ല. നിങ്ങൾക്കങ്ങ് ഓസ്ട്രേലിയയിൽ പോയിരിക്കാനും നിങ്ങൾക്ക് കുറച്ച് പുട്ടിയൊക്കെ ഇട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നടക്കാനേ വീണ ജോർജ് നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഡോക്ടർ ഈ പോസ്റ്റ് വരെ പിൻവലിച്ചു. നിങ്ങൾ പിൻവലിപ്പിച്ചു എന്ന് തന്നെ പറയാം. നിങ്ങൾ പിൻവലിപ്പിച്ചതാണ്, അല്ലാതെ അദ്ദേഹം പിൻവലിച്ച. പക്ഷേ അദ്ദേഹം കുറേ കാര്യങ്ങൾ അതിനു മുമ്പ് എഴുതിയിട്ടത് കൃത്യമായിട്ട് ജനങ്ങൾ, പാവം പിടിച്ച ഡോക്ടർമാരെയൊന്നും ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ നിസ്സഹായരാണ്. എത്ര രോഗികളാണ് ദിവസവും വന്ന് കരയുന്നത് അവരുടെ മുമ്പിൽ. സത്യം, അവരിലേക്കൊക്കെ ഒരു ആരോഗ്യമന്ത്രിയല്ലേ, നിങ്ങൾ അവരിലേക്ക് ഇറങ്ങി ചെല്ലൂ.
നിങ്ങളൊരു വൻ പരാജയം തന്നെയാണ് വീണ ജോർജ്. എന്തായാലും ശസ്ത്രക്രിയ പോലും ചെയ്യാൻ ഉപകരണമില്ലാതെ എത്ര രോഗികളാണ് അവിടെ എത്രയോ ദിവസങ്ങളായിട്ട് അവർ മാറ്റി മാറ്റി വെക്കുന്നത്. നമുക്കറിയാം ശസ്ത്രക്രിയ എന്നൊക്കെ പറയുന്നത് എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളായിരിക്കും. അത് മാറ്റി വെക്കുമ്പോൾ ഒരു ജീവൻ്റെ വിലയാണ് അവിടെ പോകുന്നത്. എത്ര ജീവനുകളാണ് അവിടെ പൊലിഞ്ഞു പോകുന്നത്. ആര് ചോദിക്കാനാണ്? പാവങ്ങളല്ലേ, അവർക്ക് കേസുമായിട്ട് പോകാൻ പറ്റുമോ? അവർക്ക് ചോദിക്കാൻ ആളുണ്ട്? ആരുമില്ല. മരിച്ചു വീഴുന്നു. കുറേ ശവങ്ങൾ അവിടെ അങ്ങനെ മരിച്ചു, കുറേ പേര് ജീവനുകൾ നഷ്ടപ്പെട്ട് ശവങ്ങളായി കിടക്കുന്നു. കുറേ പേരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നു. ഇതാണ് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ. ഞാൻ അന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം എടുത്ത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ നല്ല ഹോസ്പിറ്റലിൽ പോയി അവസാന കാലഘട്ടത്തിലൊക്കെ എന്തെങ്കിലും ഒരു അത്യാവശ്യ സന്ദർഭത്തിൽ ട്രീറ്റ് ചെയ്യുമെന്ന് ഞാൻ പറയും. ഒരിക്കലും മെഡിക്കൽ കോളേജിൽ പോകാൻ ഞാൻ ആരോടും പറയില്ല. കാരണം ദുരന്തമാണ്. ദുരന്തം എന്ന് പറഞ്ഞ പോലെ വലിയൊരു ദുരന്തമാണ് മെഡിക്കൽ കോളേജ്. അവിടെയുള്ള ഡോക്ടർമാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് ശരിക്കും ജോലി ചെയ്യണമെന്ന് ആഗ്രഹമില്ല. അവിടെയുള്ള ഡോക്ടേഴ്സിന് ജോലി ചെയ്യണമെന്ന് ആഗ്രഹമില്ല. ഈ പറയുന്ന ട്രെയിനിങ്ങിന് വരുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞോണം MBBS ഒക്കെ കഴിഞ്ഞിട്ട് ഹൗസ് സർജൻസി ഒക്കെ ചെയ്യുന്ന കുട്ടികളാണ് അവിടെ പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. നേഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. കാരണം അവിടെ സ്റ്റാഫുകളില്ല, ഇവരെയൊക്കെ വെച്ചാണ് ചെയ്യുന്നത്. എന്ത് തന്നെയായാലും വലിയൊരു ദുരിത അവസ്ഥ തന്നെയാണ്. ഇനിയെങ്കിലും കണ്ണു തുറക്കൂ. 5-6 മാസമേ ഉള്ളൂ. 6 മാസം ഇനി ഞങ്ങളൊക്കെ അനുഭവിക്കണമല്ലോ നിങ്ങളെയൊക്കെ എന്ന് ഓർത്ത് തന്നെ എനിക്ക് സഹതാപവും വിഷമവും സങ്കടവും ഒക്കെ ഇതിനോടൊപ്പം തോന്നുന്നു. എന്തായാലും ഇതേപോലെ നല്ല നല്ല ഡോക്ടേഴ്സ് ഉണ്ട് എന്ന്, നമ്മുടെ നന്മയുള്ളവർ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഡോക്ടർ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മനസ്സിനെ നമിക്കുന്നു. കാരണം നന്മയുള്ളവർക്ക് ഒന്നും വിജയമൊന്നും നമ്മുടെ കൊച്ചു കേരളത്തിലില്ല. നന്മ ചെയ്യാത്ത ഈ പറഞ്ഞതുപോലെ കൈമണിയും കൈക്കൂലിയൊക്കെ വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇന്ന് നിലനിന്ന് പോകാൻ പറ്റൂ എന്നുള്ളത് കൂടി ഈ സമയത്ത് ഓർമ്മിപ്പിക്കട്ടെ.